ഇപ്പോൾ നിയമസഭാ മീഡിയ റൂമിൽ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് നിങ്ങൾ മുഖാന്തരം നേരത്തെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചോദ്യത്തിന് നിന്ന് തരാൻ തയ്യാറാവാത്ത പ്രതിപക്ഷത്തിനോട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടുന്ന ഞങ്ങളെ 140 പേരെയും ജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മുഖാന്തരം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതുകൊണ്ട് സഭ അവസാനിപ്പിക്കുമെന്നോ സഭയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടുമെന്നോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ആ അജണ്ട ഈ നിയമസഭയിൽ വിലപ്പോകാൻ പോകുന്നില്ല. ഉന്നയിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് ചർച്ച ചെയ്ത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കേണ്ട നടപടിക്രമമുള്ളൊരു ഘട്ടമായിരുന്നു ഇത്. ആ ബില്ലിൽ ധാരാളമായി സംസാരിക്കാൻ അവസരമുണ്ട്. ബില്ലിന് സമയക്രമമില്ല. 12 മണി മുതൽ നമുക്ക് അടിയന്തര പ്രമേയത്തിന്റെ 2-3 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ചർച്ചയ്ക്ക് അവസരമുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാത്ത വിധത്തിൽ രക്ഷപ്പെട്ടു എന്നത് പോട്ടെ, കേരളത്തിന്റെ ജനാധിപത്യത്തിനോട് ഇത്ര കടുത്ത വെല്ലുവിളി നടത്തുന്ന നടപടിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുക. അല്ല, ആ ചോദ്യം സ്പീക്കർ തന്നെ വ്യക്തമാക്കി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ സ്പീക്കർ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുകയാണ്. മൈക്ക് കൊടുക്കുമ്പോൾ ഹൗസ് ഓർഡർ ആയിരിക്കണം. അതുകൊണ്ട് എല്ലാവരും സീറ്റിലിരിക്കാൻ പറ്റും. അപ്പം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു സൂപ്പർ പ്രതിപക്ഷ നേതാവായിട്ട് ഒരാൾ നേരെ മോളിൽ കയറി സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോടാണ് സ്പീക്കർ ചോദിക്കുന്നത്, ആരാ പ്രതിപക്ഷ നേതാവ്? അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രശ്നം എന്താ? ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് വ്യക്തമാക്കലാണോ, അതോ അടിയന്തര പ്രമേയത്തിൽ ഉന്നയിച്ച പോലെ ഞങ്ങൾ RSSന് വിധേയമായിരിക്കുന്നു, മലപ്പുറം ഇതാകെ പ്രശ്നമാക്കിയിരിക്കുന്നു, വർഗീയമായി സാമുദായികമായിട്ട് ആളുകളെ ഭിന്നിപ്പുണ്ടാക്കുന്നു, ഇതാണോ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്? അത് പ്രതിപക്ഷ നേതാവിന്റെ പക്വതയുടെ നിലവാരമാണ്. ഏതാണ് അവർ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ഞങ്ങളാണെന്ന് കരുതാം, അല്ലെങ്കിൽ നിങ്ങളാണെന്ന് കരുതാം, വളരെ സജീവമായി സമൂഹത്തിൽ പ്രശ്നം നിൽക്കും. അത് നിർമ്മിതിയാകാം. ഞങ്ങൾ പറയുന്നു ഒരു ബോധപൂർവമായ നിർമ്മിതിയാണ്, അവർ പറയുന്നു വസ്തുതയാണ്. ആയിക്കോട്ടെ, അതിനൊരു നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസിൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാകുന്നു. 12 മണി മുതൽ ആവശ്യാനുസരണം ചർച്ച ചെയ്യാം. അതിലാകെ ഉള്ള ഒരു വ്യത്യാസം, പ്രതിപക്ഷ മേധാവിനും യഥേഷ്ട സമയമെടുക്കാം. ഈ സഭയുടെ ഒരു പ്രത്യേകത, പ്രതിപക്ഷ മേധാവിന് 10 മിനിറ്റ് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ആവശ്യം സമയം കൊടുക്കും. അവസാനം അദ്ദേഹം പ്രസംഗിക്കും. പക്ഷെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, മറുപടി മുഖ്യമന്ത്രി. മറ്റതാണെങ്കിൽ ഇറങ്ങിപ്പോക്കാണ് അവസാനം. നോട്ടീസ് അവതരിപ്പിക്കും, മുഖ്യമന്ത്രി വിശദീകരിക്കും, പ്രമേയ അവതാരകൻ അവതരിപ്പിക്കും, മുഖ്യമന്ത്രി മറുപടി പറയും, സ്പീക്കർ തീരുമാനമെടുക്കും, പിന്നെ ഒരു പ്രസംഗവും, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പ്രസംഗവും. ഇതാണ് സാധാരണ ഒരു സ്ക്രീൻ പ്ലേ. ഇതിലെന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടതുമുന്നണിയുടെ MLA എല്ലാവരും പ്രസംഗിക്കും, UDFനും പ്രസംഗിക്കാം, പ്രതിപക്ഷ നേതാവിന് ആവശ്യാനുസരണം പ്രസംഗിക്കാം, മുഖ്യമന്ത്രി അതിനനുസൃതമായി സമയമെടുത്ത് മറുപടിയും പറയും. അപ്പൊ ഇതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെ ഒരു കുമിള പോലെ തകർന്നടിയപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിൽ ഞങ്ങൾ RSSന് വിധേയമായെന്നതല്ല പ്രശ്നം, അല്ലെങ്കിൽ മലപ്പുറത്ത് അധിക്ഷേപിച്ചു എന്നതല്ല പ്രശ്നം. പ്രതിപക്ഷ നേതാവിന് പക്വതയുണ്ടോ ഇല്ലയോ, ആരാണ് പ്രതിപക്ഷ നേതാവ്? ഈ പ്രശ്നത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ കാണേണ്ട വസ്തുത. അല്ല, അതെല്ലാം അതിൻ്റെതായ നടപടികളല്ലോ. സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. അല്ല, ഈ കാമ്പണ്ടിക്കാർക്ക് പെട്ടെന്ന് നിലതെറ്റിപ്പോകും വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ. അത് പറ്റാ അതിനേക്കാളും 7 ചോദ്യം പ്രതിപക്ഷാംഗങ്ങൾ ഉത്തരം ചോദിക്കേണ്ടതായിരുന്നു. 7 ചോദ്യം. ആ അവസരം അവർ പാഴാക്കല്ലേ ചെയ്തു. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ആ ഭാഗം കഴിഞ്ഞല്ലോ. പ്രതിപക്ഷത്തിന്റെ ചോദ്യം സ്റ്റാറായി വന്നതിനേക്കാൾ അപ്പുറത്തല്ലേ സ്റ്റാറിൽ എന്ത് സംഭവിക്കും? സ്റ്റാറിൽ ഈ ചോദ്യം വന്നു എന്ന് കരുതാം. ഒരു മറുപടി, ഒരു ഉപചോദ്യം, വേറൊരു ഉപചോദ്യം, തീർന്നല്ലോ. ഇതോ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ പറ്റുമോ? ഈ പ്രശ്നം തന്നെ സ്റ്റാറായി ഇപ്പൊ ഇവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അറിയ പ്രശ്നമുണ്ടല്ലോ, അത് സ്റ്റാറായി സഭയിൽ വന്നു എന്ന് കരുതാം.
ഈ ക്വസ്റ്റ്യന്റെ പ്രാധാന്യം പരിഗണിച്ചിട്ട് പ്രതിപക്ഷ നേതാവിന് പ്രത്യേക പരിഗണന നൽകി സംസാരിക്കാൻ സഭാ ചട്ടങ്ങൾ വകുപ്പില്ലല്ലോ. ആ വകുപ്പോട് തുറന്നു കിട്ടിയേക്കല്ലേ. എത്ര നന്നായി പ്രസംഗിക്കാൻ പറ്റും. നല്ല പ്രാസംഗികരല്ലേ അവരെല്ലാവരും. അതെല്ലാം പറയാമല്ലോ. ഞങ്ങളെ കുറിച്ചുള്ളതെല്ലാം പറയാം. നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാം. അതെല്ലാം വിശദീകരിക്കാം. ഞങ്ങൾ മറുപടി കൂടി പറയും. അത്ര മുൻ സ്പീക്കറോട് പറഞ്ഞു. യഥാർത്ഥത്തില് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പ്രശ്നമാവൂല്ലേ. യഥാർത്ഥത്തിൽ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട എല്ലാ സമയത്തും മൈക്ക് കൊടുത്തു. അസാധാരണമാണ്. ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, അവിടെ തീരും. അങ്ങനെയാണ് സാധാരണ. അത് കഴിഞ്ഞ് വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു, അപ്പോഴും മൈക്ക് അനുവദിച്ചു. അപ്പൊ ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, ഇത് ഡിബേറ്റ് അല്ലല്ലോ, ഡിബേറ്റ് വരാനിരിക്കല്ലേ. വീണ്ടും അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു. ഏത് സമയത്താണ് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കാതിരുന്നത്? അസാധാരണമായ നിലയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുത്തു. പിന്നെ ഈ ചോദിക്കുക വഴി പ്രതിപക്ഷ നേതാവിന്റെ ആധികാരികത, ഏത് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്ത് സാധാരണ എന്താ സഭയിലെ കീഴ്വഴക്കം? പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുമ്പോൾ ആരും വെല്ലിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾ കുറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ? സ്വന്തം നേതാവ് സംസാരിക്കുമ്പോൾ വെല്ലിൽ നിന്ന് ബഹളം വെക്കുന്നത് ആ പ്രതിപക്ഷ നേതാവിനോടുള്ള അനാദരവല്ലേ കുഴൽനാടൻ കാണിച്ചത്? അപ്പൊ കുഴൽനാടനോട് ആ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? യഥാർത്ഥത്തിൽ അത് പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാനും സഹായിക്കാനും അല്ലേ ചോദിച്ചത്? ആരാണ് പ്രതിപക്ഷ നേതാവ്? നിങ്ങളല്ലല്ലോ എന്നൊരു പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്. ഒരിക്കലും വെല്ലിൽ ആള് വെക്കുമ്പോൾ മൈക്ക് കൊടുക്കാറില്ല. അപ്പൊ ഇവര് തിരിച്ചു പോകുമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്തു. സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇദ്ദേഹം പോകുന്നില്ല. അപ്പൊ അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ്. അതിന് ഞങ്ങള് ഉത്തരവാദിയല്ല. ഞങ്ങളിപ്പോ ഇഷ്ടംപോലെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറഞ്ഞു. ഇവിടെ കമലേഷ് ചോദിച്ച പോലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചതാണ് പ്രതിപക്ഷ നേതാവിന് പ്രബോധനം. ഇവിടെ വന്നിരുന്ന് ഇപ്പോ കമലേഷും അരുണും PG സുരേഷും കൂടി ഒരുമിച്ച് എന്നോട് ചോദിച്ചാൽ ആരാണ് ഏഷ്യാനെറ്റ് പ്രതിനിധി എന്ന് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചോദിക്കില്ലേ? ഞങ്ങൾ മൂന്നാളും ഒരേ സമയം അഭിപ്രായം പറഞ്ഞാൽ ആരാണ് സർക്കാരിന് വേണ്ടി മറുപടി പറയുന്നതെന്ന് കമലേഷ് ചോദിക്കില്ലേ? ഇതുപോലൊരു ചോദ്യം ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിച്ചായി കരുതിയാൽ മതിയല്ലോ. സാധാരണ നിലയിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്താ? ഇന്ന് സഭയിൽ നടന്ന പരിപാടികളുടെ പൂർണ്ണമായിട്ടുള്ള വിഷ്വൽസ് ഞങ്ങൾ എനിക്ക് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് നിങ്ങളൊന്ന് കാണുക. എത്ര സഭാ TV ഇപ്പൊ പറഞ്ഞ സഭാ TV ഉണ്ടല്ലോ, സഭാ TV കാണാം. അല്ല, ഞാൻ പറഞ്ഞ സഭാ TVയിൽ കാണാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നേരിട്ട് മാധ്യമങ്ങൾക്കുള്ള ഗാലറിയിലുള്ള നിങ്ങളുടെ അംഗങ്ങളോട് വിശ്വാസമായി ചോദിച്ചാൽ മനസ്സിലാവും എത്ര ഭീകരമായ പ്രകോപനമാണ് ഉണ്ടാക്കിയത്. ആ പ്രകോപനത്തിന്റെ അജണ്ടയ്ക്ക് ഭരണപക്ഷം അവസരം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോ ഞങ്ങൾ ചെയ്തൊരു കുറ്റമായിട്ട് കാണുന്നത്. എത്ര ദൃശ്യങ്ങളുടെ ഇപ്പോ നമ്മുടെ മുഖ്യ അത് ആ ഭാഗം നമുക്ക് വേറെ എടുക്കാം. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വള്ളി പുള്ളി 2-3 റിപ്പോർട്ടർമാരൊക്കെ വരുമല്ലോ. ഒരാളിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും, ഇതുവരെയുള്ള ഇവരിതാണ്, ബാക്കി ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ കൊടുക്കുമല്ലോ. നിങ്ങളുടെ 2-3 മണിക്കൂർ ലൈവല്ലേ പോയത്? നിങ്ങൾക്ക് ഫുൾ ലൈവ് കൊടുക്കാൻ വരുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ വാദവും 10-40 മിനിറ്റൊക്കെ അദ്ദേഹം ചുരുങ്ങിയ സമയം പ്രസംഗിക്കുള്ളൂ. അതെല്ലാം കൊടുക്കാമല്ലോ. മുഖ്യമന്ത്രിയുടെയും കൊടുക്കേണ്ടി വരും. അത്ര മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉന്നയിക്കേണ്ട ചോദ്യം ഇതാണ്. കേരളം അറിയേണ്ടതുണ്ട് എന്ന് നിങ്ങളെല്ലാം ഇപ്പോൾ ഓരോ മാധ്യമങ്ങൾ എഴുതുമല്ലോ. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങൾ, സമൂഹം അറിയേണ്ട പ്രശ്നങ്ങൾ, ദുരൂഹത, നിഗൂഢത, എല്ലാ ക്വസ്റ്റ്യൻസ് മാർക്കിൽ നിങ്ങൾ എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ആ അവതരിപ്പിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ
സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി 1 മണിക്കൂർ മുമ്പ് തന്നെ ആദ്യത്തെ നിയമസഭാ സെഷനിൽ തന്നെ അനുമതി നൽകിയിരിക്കുന്നു. ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരം സമൂഹത്തിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിപ്പൊക്കിയ കൊട്ടാരം എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ പ്രാർത്ഥനയിലേക്കുള്ള പടവിന്റെ കൊട്ടാരം പെട്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ എന്താണ് പ്രാർത്ഥന എന്നുള്ളത്. അത് പെട്ടെന്ന് തകർന്നു പോകും. ഏതാ സാധാരണ നടപടിക്രമം അനുസരിച്ച് അവർക്ക് അറിയാം. അതുകൊണ്ട് ഇനി ഇത് വരരുത്. ഏത് സ്പീക്കറുടെ ഡൈസിന്റെ മോളിൽ കയറിയിരിക്കുമ്പോഴാണ് സമ്മർദ്ദിക്കുന്നത്? അല്ല, ഒരു മിനിറ്റ് നല്ല ചോദ്യം. നിങ്ങളൊക്കെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് മറന്നുപോയി ചോദ്യമൊക്കെ ചെയ്യും. എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ച് കയറിയ പ്രതിപക്ഷമല്ല ഉത്തരവാദി, സ്വന്തം സീറ്റിൽ എഴുന്നേറ്റ് നിന്ന ഭരണപക്ഷമാണെന്നാണ്. എവിടം വരെ ഇതൊക്കെ ആളുകൾ കാണുന്നില്ല ഈ ചോദ്യം ചോദിക്കുന്നത്? ആവാം, ഉള്ളിൽ നിന്ന് അറിയാതെ വന്നു പോകുന്നതാവാം, അത് വിരോധമില്ല. പക്ഷെ നിഷ്പക്ഷത അവകാശപ്പെടുന്നെങ്കിലും ഉണ്ടെന്ന് ഓർക്കണം. അല്ല, അത് മാത്രമല്ല, നിങ്ങളെല്ലാവരും അടിയന്തര പ്രമേയം എന്താണ്? ആരുടെ ആവശ്യം? ഞങ്ങളുടെ പ്രമേയമാണ് ചർച്ച ചെയ്യണം. സഭാ നടപടികൾ ഒരുക്കി വെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യമില്ല. അതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് അല്ല, അവര് നോട്ടീസ് കൊടുക്കുക, അവരുടെ നോട്ടീസ് ചർച്ച ചെയ്യാന്ന് സർക്കാർ സമ്മതിക്കുക, ആ നോട്ടീസ് ചർച്ച ചെയ്യാൻ വെച്ചപ്പോ ബഹളം ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ചർച്ചയ്ക്ക് അന്തരീക്ഷം ഒരുക്കണ്ടേ? ഒരു ചോദ്യം അല്ല, അത് നിങ്ങളുടെ സ്പീക്കറിന് ശ്രദ്ധപ്പെടുത്തുക. നിങ്ങളുടെ ആവശ്യത്തിന് ഉന്നയിച്ചിട്ടുള്ള കാര്യം ശ്രദ്ധപ്പെടുത്തുക. അത് വരുന്നുണ്ട്. നമുക്കെന്താ വിരോധം? ഞങ്ങൾക്കെന്താ വിരോധം? നാട്ടുകാരൊന്ന് കാണട്ടെ, കായികക്ഷമത അറിയുന്നു. നാട്ടുകാർ കാണട്ടെ അവരെന്തെല്ലാമാണ് അവിടെ കാണിച്ചത്. അവരുടെ അടിയന്തര പ്രമേയ നോട്ടീസ് അംഗീകരിച്ച ശേഷവും എന്നത് അത് പുറത്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. നിങ്ങൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർക്കുള്ള അവസരം കൂടി നിഷേധിക്കപ്പെട്ടു. മാധ്യമ പ്രവർത്തകരുടെ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പൊതുമണ്ഡലത്തിൽ ലഭിക്കേണ്ട ഇൻവെസ്റ്റിഗേഷൻ ടീമുകളുണ്ടല്ലോ, നിങ്ങളെല്ലാവരും അവർക്കൊരു അവസരം കൂടിയായിരിക്കും. കുറെ പുരോഗത അതുകൊണ്ട് ജനങ്ങളിൽ നിങ്ങൾ സൃഷ്ടിച്ച കുറെ ആശയക്കുഴപ്പങ്ങളുണ്ട്. അതെല്ലാം തുറന്നു കാട്ടപ്പെടുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് വിഷമമുണ്ടാവും. എനിക്ക് ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞതോടെ മറുപടി വരുമോ എന്നത് നിങ്ങൾക്ക് തോന്നിയവരാണ്. ഇത് അവസരമായിരുന്നു. അത് നിങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. അല്ല, ഇത് വളരെ ശാന്തം. നിങ്ങളെന്തെയും വളരെ ശാന്തല്ലേ? അല്ല, അതിന് മുമ്പ് ശാന്തല്ലേ? നിങ്ങൾക്ക് സമയക്രമം മനസ്സിലായില്ലേ? ആദ്യം കഴിഞ്ഞു. സാധാരണ ഞങ്ങൾ രാജ്യസഭയിൽ ഇപ്പോൾ ലോക്സഭയിലൊക്കെ പറയാം, കേരള നിയമസഭയ്ക്ക് പുറത്തേക്ക് എത്ര പകരം വന്നാൽ ചോദ്യോത്തരവേള നടത്തുമെന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷെ ചോദ്യോത്തരവേള തന്നെ ആദ്യം പകരത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ കാര്യം വന്ന് സ്വാഗതം ചെയ്തു. ചോദ്യത്തിനിടയിൽ തന്നെ വന്നു. ശാന്തമായിട്ടിരുന്നു, വളരെ ശാന്തമായിട്ടാണ്. അവിടുത്തെ ആ തണുപ്പിനേക്കാളും തണുപ്പിലാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിരുന്നത്. പുറത്തു പോയതിനു ശേഷം സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ കടലാസുകളും എല്ലാ രേഖകളായിട്ട് ആദ്യം വന്നിരുന്നു. നിങ്ങൾ നോക്കിയിട്ടും ആദ്യം വന്ന അദ്ദേഹം വക്കീൽ എന്ന നിലയിൽ കോടതിയിൽ റെഡിയായിട്ടിരിക്കുന്ന പോലെ അദ്ദേഹം വാദിക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പുറകിൽ ഞാൻ കൊണ്ടുവരുന്നത് ചോദ്യോത്തരവേള നടക്കുമ്പോൾ തന്നെ. അതിനുശേഷം റൂൾ 50 എടുത്ത് ചോദ്യോത്തരവേള കഴിഞ്ഞത്. അപ്പോഴും തണുപ്പാണ്. അവിടുത്തെ അകത്തുള്ള തണുപ്പിനേക്കാളും തണുപ്പാണ്. പ്രശ്നമുണ്ടായില്ല. അടിയന്തരമായി ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ആശയക്കുഴപ്പം. ഉടൻ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവിനടുത്തേക്ക് ഇരിക്കാൻ വരുന്നു, ഇപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന്റെ പുറകിലേക്കാണ് വരുന്നു, എന്ത് ചെയ്യും എന്ന ആകെ പരിഭ്രാന്തിന് പെട്ടെന്ന് പ്രതിപക്ഷത്തെ എഴുന്നേൽക്കുന്നു. എനിക്കൊരു കാര്യം പറയാമെന്ന് ഇത്രയും മോശപ്പെട്ട രീതി നമ്മുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല.
അല്ല അതൊക്കെ പറഞ്ഞല്ല, അവരൊക്കെ പറഞ്ഞല്ലോ. അതെ, നിങ്ങൾ പറഞ്ഞ കാര്യം ശ്രദ്ധപ്പെടുത്താന്ന് പറഞ്ഞല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യം പറയാന്ന് പറഞ്ഞല്ലോ. മറ്റു നിങ്ങൾക്ക് അതാണോ പ്രശ്നം? 3-3.5 മണിക്കൂർ നിങ്ങൾക്ക് ടൈം, നിങ്ങളുടെ റേറ്റിംഗ് കൂടിയാണ് ഇതെല്ലാം ഈ പറയുന്ന കാലത്ത് ഏതാ അതാണ് നേരത്തെ പാർലമെന്റുകാരൊന്നും പറഞ്ഞത്. ഇരട്ടെന്താ മാത്രം കാപ്പണ്ടി, അത് മാത്രമല്ല പുകമറ നിലനിർത്തുക, വസ്തുതകൾ ഉണ്ടാകരുത്, തുറന്നു കാട്ടപ്പെടുന്നുള്ള ഭയം. അതാണ് നിയമസഭയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷം അവരവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച അടിയന്തര പ്രമേയത്തിൽ ഒളിച്ചോടിയ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. സ്വന്തം അടിയന്തര പ്രമേയം ചർച്ചയുടെ അവസരം കിട്ടിയപ്പോ ഭയത്തോടുകൂടി ഒരു പ്രതിപക്ഷം ഒളിച്ചോടി എന്ന ആ അവകാശത്തിലേക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം. ആദ്യമായിരിക്കും ചരിത്രത്തിൽ ആദ്യമായിരിക്കും പ്രതിപക്ഷ നേതാവിനും ഈ നടപടിക്രമങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിഭാഗം പരാമർശിക്കപ്പെടുമായിരുന്നു. കാരണം സ്വന്തം അടിയന്തര പ്രമേയത്തെ ഒളിച്ചോടിയതിന്റെ ഒരു ഭാഗം നിയമസഭയുടെ നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ഒരു സവിശേഷ അധ്യായം സംഭാവന ചെയ്ത് അപമാനം കൂടി പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണ്. മാത്രമല്ല, ഇനി ഈ സഭാ സമ്മേളന കാലത്ത് സഭയിൽ തന്നെ അവർ വരാൻ ധൈര്യപ്പെടുമെന്ന് എനിക്കറിയില്ല. വന്നാൽ പോലും ഇനി അടിയന്തര പ്രമേയമായിട്ട് വരാൻ സാധ്യതയില്ല. താങ്ക് യു.